ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഒക്ടോബർ 5. ഞാൻ ആശ. ദൈവമാതാവിൻ്റെ പരിശുദ്ധ മറിയം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. മറിയത്തിൻ്റെ സ്വർഗാരോപണം. പെന്തക്കുസ്തായ്ക്ക് ശേഷം പരിശുദ്ധ കന്യാമറിയം താമസിച്ചിരുന്നത് വിശുദ്ധ യോഹന്നാനു കൂടെ ജെറുസലേമിലായിരുന്നു. മാതാവ് ദിവസേന യേശുവിൻ്റെ തിരുക്കല്ലറ സന്ദർശിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇനി കല്ലറയിൽ വന്നാൽ മാതാവിനെ കൊല്ലുമെന്നും ശരീരം ദഹിപ്പിക്കുമെന്നും യഹൂദർ ഭീഷണിപ്പെടുത്തി. കർത്താവിൻ്റെ സ്ലീഹന്മാർ എല്ലാവരും സുവിശേഷ പ്രവർത്തനത്തിനായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരുന്നതിനാൽ സഹായത്തിന് ആരും തന്നെ ഇല്ലാത്ത അവസ്ഥയായി. ഒരു ദിവസം ഗബ്രിയേൽ മാലാഖ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട് അറിയിച്ചതനുസരിച്ച് മാതാവ് 3 കന്യകമാരോടുകൂടി ബെത്ലഹേമിലേക്ക് പോയി. അവിടെ അവൾ നിരന്തരം പ്രാർത്ഥനയിലും ധ്യാനത്തിലും മുഴുകിയിരുന്നു. ഒരു വെള്ളിയാഴ്ച മറിയം വളരെ ക്ഷീണിതയായി കാണപ്പെട്ടു. യോഹന്നാനെ കാണുവാൻ അവൾ ആഗ്രഹിച്ചു. ഈ സമയം എഫേസോസിലായിരുന്ന യോഹന്നാനെ പരിശുദ്ധാത്മാവ് അറിയിച്ചു, നിന്റെ കർത്താവിൻ്റെ അമ്മ ഈ ലോകവാസം വിട്ടുപിരിയാൻ പോകുന്നു. വേഗം ബെത്ലഹേമിലെ വീട്ടിലെത്തി അവളെ കാണുക. യോഹന്നാൻ ബെത്ലഹേമിലേക്ക് പോകുവാൻ തയ്യാറായപ്പോൾ ഒരു മേഘം താണുവന്ന് അവനെ വഹിക്കുകയും മിന്നൽ വേഗത്തിൽ ബെത്ലഹേമിലെ ഭവനത്തിൽ എത്തിക്കുകയും ചെയ്തു. അവനെ കണ്ട് മാതാവ് അത്യധികം സന്തോഷിച്ചു. മാതാവ് പറഞ്ഞതനുസരിച്ച് യോഹന്നാൻ ധൂപം വെച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനാനന്തരം മറിയം യോഹന്നാനെ അരികിൽ വിളിച്ച് ഇടറിയ സ്വരത്തിൽ പറഞ്ഞു, നിന്റെ ഗുരു എന്നോട് പറഞ്ഞിട്ടുള്ളതുപോലെ സകലവും നിവൃത്തിയായിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ മിശിഹായും മാലാഖമാരുടെ മഹാസംഘവും ഞാൻ മരിക്കുന്നതിനു മുൻപ് എൻ്റെ സമീപത്ത് വരുമെന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ ദിവ്യാനന്ദത്തോടെ പ്രതീക്ഷിക്കുന്നു. മറിയം വിതുമ്പിക്കരഞ്ഞു. അത് കണ്ട് യോഹന്നാനും കരഞ്ഞു. ആ ശിഷ്യൻ തൂവാല കൊണ്ട് മാതാവിൻ്റെ കണ്ണുനീർ തുടച്ചു. ഇതിനകം പരിശുദ്ധാത്മാവിൽ നിന്ന് സന്ദേശം ലഭിച്ച കർത്താവിൻ്റെ സ്ലീഹന്മാർ വിവിധ ദേശങ്ങളിൽ നിന്ന് പുറപ്പെടാൻ ഒരുങ്ങിയപ്പോൾ മിശിഹ പ്രകാശത്തിൻ്റെ മേഘങ്ങളിൽ ഓരോരുത്തർക്കും സ്വർഗീയ രഥങ്ങൾ അയച്ചു കൊടുത്തു. അങ്ങനെ മാലാഖമാരാൽ പൗലോസും മറ്റു സ്ലീഹന്മാരും ബെത്ലഹേമിൽ എത്തിച്ചേർന്നതിനു ശേഷം പരിശുദ്ധ മറിയത്തിൻ്റെ അടുത്ത് വന്ന് പാദങ്ങളിൽ ചുംബിച്ചു. പത്രോസിന്റെ നേതൃത്വത്തിൽ സ്ലീഹന്മാർ ധൂപം വെച്ച് പ്രാർത്ഥിച്ചു. ഈ സമയം ആകാശത്തിൽ ഇടിമുഴക്കമുണ്ടായി. മാതാവ് കിടന്നിരുന്ന മുറിയിൽ സുഗന്ധ പരിമളവും പ്രകാശവും പരന്നു. ബെത്ലഹേമിൽ ഉണ്ടായിരുന്നവരെല്ലാം അത്ഭുതകരമായ ഈ കാഴ്ചകൾ കാണുകയും ജെറുസലേമിലെത്തി എല്ലാവരെയും അറിയിക്കുകയും ചെയ്തു. അനേകം പേര് വന്ന് മറിയത്തെ വന്ദിക്കുകയും ആ ഭാഗ്യവതിയിൽ നിന്ന് ജനിച്ച മിശിഹായിൽ വിശ്വസിക്കുകയും ചെയ്തു. നിരവധി രോഗികൾ സൗഖ്യം പ്രാപിക്കുകയും വിവിധ അത്ഭുതങ്ങൾ നടക്കുകയും ചെയ്തു. ഇതെല്ലാം കേട്ടറിഞ്ഞ് ക്രുദ്ധരായ യഹൂദരും ആചാര്യന്മാരും വിറളി പിടിച്ച് ബെത്ലഹേമിലെത്തി മാതാവിനെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ചു. മറിയത്തെ എത്രയും വേഗം നശിപ്പിച്ചില്ലെങ്കിൽ അവളുടെ അത്ഭുത സിദ്ധികൾ ജനം അങ്ങോട്ടേക്ക് ആകർഷിക്കുമെന്നും അത് തങ്ങൾക്ക് ഭീഷണിയാകുമെന്നും അവർ കണക്കാക്കി. ഈ സമയം പരിശുദ്ധാത്മാവ് അരുൾ ചെയ്തതനുസരിച്ച് സ്ലീഹന്മാർ മാതാവിനെ കിടക്കയോടെ വെളിയിലിറക്കി. പെട്ടെന്ന് ഒരു മേഘത്താൽ അവർ മാലാഖമാരുടെ ഗാനാലാപനത്തോടെയും ദേശമൊക്കെയും സുഗന്ധം വീശിക്കൊണ്ട് സമ്മോഹിക്കപ്പെട്ട് ജെറുസലേമിൽ പരിശുദ്ധ കന്യകയുടെ ഭവനത്തിൽ എത്തിക്കപ്പെട്ടു. 5 ദിവസത്തേക്ക് അവൾ എഴുന്നേറ്റു നിന്ന് ഇടതടവില്ലാതെ ദൈവസ്തുതികൾ ആലപിച്ചു കൊണ്ടിരുന്നു. മാതാവും സ്ലീഹന്മാരും അത്ഭുതകരമായി ജെറുസലേമിലെത്തിയെന്നും ധാരാളം ജനങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുവെന്നും മനസ്സിലാക്കിയ യഹൂദർ മറിയത്തിന്റെ ഭവനം ദഹിപ്പിക്കുന്നതിനായി പുറപ്പെട്ടു. യഹൂദ ജനം വാതിൽക്കൽ എത്തിയപ്പോൾ പെട്ടെന്ന് വീടിനുള്ളിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് ആ യഹൂദരെ ദഹിപ്പിച്ചു. പട്ടണത്തിൽ മുഴുവൻ ഭയമുളവായി. അവളിൽ നിന്ന് ജനിച്ച ദൈവത്തെ എല്ലാവരും മഹത്വപ്പെടുത്തി. സംഭവിച്ചവും കണ്ടവർ ജനത്തോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പുറത്താക്കുവാൻ ശ്രമിച്ച കന്യകയിൽ നിന്ന് ജനിച്ചവൻ സത്യമായും ദൈവപുത്രനാണ്. കാരണം ഇത് തീർച്ചയായും സത്യദൈവത്തിന്റെ അടയാളമാണ്. യഹൂദർക്കിടയിൽ ചേരിത്തിരിവുണ്ടായി. സംഭവിച്ച അടയാളങ്ങൾ നിമിത്തം അനേകർ കർത്താവ് ഈശോ മിശിഹായുടെ നാമത്തിൽ വിശ്വസിച്ചു. കർത്താവിന്റെ ദിവസമായ ഞായറാഴ്ച മാതാവ് സ്ലീഹന്മാരോട് പറഞ്ഞു, ധൂപം ഒരുക്കുവിൻ, കാരണം മാലാഖമാരുടെ വ്യൂഹത്തോടെ മിശിഹ വരുന്നു. സ്ലീഹന്മാർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അസംഖ്യം സൈന്യങ്ങളോടും ഉഗ്രപ്രതാപത്തോടും കൂടെ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. കർത്താവ് അവിടത്തെ അമ്മയെ വിളിച്ചു. മറിയം അവൾ വിളികേട്ടു. കർത്താവേ, ഇതാ ഞാൻ. കർത്താവ് അവളോട് അരുൾ ചെയ്തു, ദുഃഖിക്കേണ്ട, നിന്റെ ഹൃദയം ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യട്ടെ.
കാരണം എൻ്റെ പിതാവ് എനിക്ക് നൽകിയിരിക്കുന്ന മഹത്വം ദർശിക്കുവാനുള്ള കൃപ നിനക്ക് ലഭിച്ചിരിക്കുന്നു. പരിശുദ്ധ മാതാവ് കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ മനുഷ്യഹൃദയങ്ങൾക്ക് മനസ്സിലാക്കുവാനോ വാക്കുകളാൽ വിവരിക്കാനോ അസാധ്യമായ അവിടുത്തെ മഹത്വം അവൾ ദർശിച്ചു. അവളുടെ അടുത്തുനിന്ന് കർത്താവ് അരുൾ ചെയ്തു, ഇപ്പോൾ നിന്റെ അമൂല്യ ശരീരം പറുദീസയിലേക്ക് സംവഹിക്കപ്പെടും. നിന്റെ ആത്മാവ് സ്വർഗത്തിൽ അത്യുജ്വല പ്രഭയോടെ എൻ്റെ പിതാവിൻ്റെ നിക്ഷേപങ്ങളുടെ കൂടെ സംരക്ഷിക്കപ്പെടും. നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഒരാത്മാവിനും ലജ്ജിക്കേണ്ടി വരില്ല. പ്രത്യുത അവർ ഈ ലോകത്തിലും പരലോകത്തിലും സ്വർഗപിതാവിൻ്റെ സന്നിധിയിലും കരുണയും ആശ്വാസവും സഹായവും ആത്മവിശ്വാസവും പ്രാപിക്കും. അപ്പോൾ കർത്താവിൻ്റെ അമ്മയുടെ മുഖം പ്രകാശത്തേക്കാൾ ശോഭിച്ചു. കർത്താവ് തൻ്റെ നിർമ്മലമായ കരങ്ങൾ നീട്ടി പരിശുദ്ധവും കളങ്കരഹിതവുമായ അവളുടെ ആത്മാവിനെ സ്വീകരിച്ചു. അവളുടെ നിഷ്കളങ്കം ആത്മാവ് വേർപെട്ടപ്പോൾ ആ സ്ഥലം മുഴുവൻ സുരഭില പരിമളത്താലും അവർണ്ണനീയ പ്രകാശത്താലും നിറഞ്ഞു. സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സ്വരവും കേട്ടു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാകുന്നു. പത്രോസും പൗലോസും യോഹനാനും ഓടിയെത്തി വിശുദ്ധീകരണം പ്രാപിക്കാനായി അവളുടെ വിശിഷ്ട പാദങ്ങളിൽ ചുംബിച്ചു. സ്ലീഹന്മാർ അവളുടെ ശരീരം ശയ്യയിൽ കിടത്തി ഗെത്സമനിലെ പുതിയ കല്ലറയിൽ നിക്ഷേപിച്ചു. സംസ്കാരത്തിനു ശേഷം സ്ലീഹന്മാർ സൈത്തു പർവ്വതത്തിലേക്ക് പടകിപ്പോയി. ദൈവപുത്രന് മാംസരക്തങ്ങൾ നൽകിയ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ശരീരത്തിന് മറ്റു ശരീരങ്ങൾക്കെന്ന പോലെ ദ്രവ്യത്വം സംഭവിക്കരുതെന്ന് കർത്താവ് ആഗ്രഹിച്ചു. കബറിടക്കത്തിൽ അടക്കം ചെയ്യപ്പെട്ട ദിവ്യജനനിയുടെ മൃതശരീരത്തിലേക്ക് മിശിഹ ജീവൻ തിരിച്ചു കൊടുത്തു. ആ ദിവ്യശരീരം പ്രകാശത്തിന്റെ രഥത്തിൽ വഹിക്കപ്പെട്ട് പറുദീസയിലേക്ക് നയിക്കപ്പെട്ടു. ഈ അവസരത്തിൽ മാതാവിനെ പറുദീസയിലേക്ക് മാലാഖമാരാൽ സംവഹിക്കപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നതെന്ന് പരിശുദ്ധാത്മാവിൽ നിന്ന് മനസ്സിലാക്കിയ തോമാസ് ശ്ലീഹ ഉറക്കെ പറഞ്ഞു, മാലാഖമാരെ, അല്പം നിൽക്കണേ, എൻ്റെ ഗുരുവിൻ്റെ വത്സല മാതാവിനെ ഞാനൊന്ന് ദർശിച്ചു കൊള്ളട്ടെ. വാനമേഘങ്ങളിൽ വഹിക്കപ്പെടുന്ന തോമാസ് ശ്ലീഹ മാതാവിനെ വഹിച്ചിരുന്ന രഥത്തിന് സമീപമെത്തി. പരിശുദ്ധ മാതാവിനെ ചുംബിച്ചതിനു ശേഷം പറഞ്ഞു, കണ്ടാലും എൻ്റെ നാഥന്റെ അമ്മയെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായല്ലോ. ഭാഗ്യവതിയായ അമ്മേ, നിനക്ക് മഹത്വം. മാതാവ് ആനന്ദചിത്തയായി തോമാസ് ശ്ലീഹായെ ആശീർവദിച്ചു. ആകാശമധ്യേ മാതാവിനെ കണ്ട കാര്യം മറ്റു സ്ലീഹന്മാർ വിശ്വസിച്ചില്ല. അവർ തോമസിനെ ഗെത്സമനുള്ള കല്ലറയിലേക്ക് കൊണ്ടുപോയി. അവർ കബറിടം തുറന്നു. എന്നാൽ അത് ശൂന്യമായി കാണപ്പെട്ടു. എല്ലാവരും വിസ്മയാഭരിതരായി. മാതാവിന്റെ ശരീരത്തിൽ നിന്ന് ലഭിച്ച സുനോറോ തോമാസ് ശ്ലീഹ അവരെ കാണിച്ചപ്പോൾ എല്ലാവരും വിശ്വസിക്കുകയും കമിഴ്ന്നു വീണ് പരിശുദ്ധ അമ്മയുടെ അരക്കച്ചയെ ചുംബിക്കുകയും അവളെ ശരീരത്തോടെ പറുദീസയിലേക്ക് എടുത്തു ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. ദൈവമാതാവായ പരിശുദ്ധ മറിയത്തിന്റെ മറ്റൊരു എപ്പിസോഡുമായി കാണാം. നന്ദി, നമസ്കാരം.